ഉമ്മമാരെ പേടിപ്പിച്ചിട്ടും അല്ലാതെയും കൈക്കലാക്കിയിട്ട് അള്ളാഹു തന്ന സവിശേഷമായ ബുദ്ധിയെ മരവിപ്പിച്ചു നിർത്തുന്ന മയക്കുമരുന്ന് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ മക്കൾ ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ കേൾക്കണം. എന്താണ് ഈ മഹാൻ പറയുന്നത്? നമ്മൾ അറിയണം, ന്യൂ ഇയർ വരുമ്പോഴേക്കും കള്ളു കുടിക്കാതിരുന്നാൽ ആഘോഷം പൂർണ്ണമാവില്ലെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം അറിയണം എന്താണ് ഈ മഹാൻ കൊടുക്കുന്ന മറുപടി എന്ന്. കാല് മുറിച്ചു മാറ്റാൻ, നിങ്ങളുടെ ബോധമെന്ന് നഷ്ടപ്പെടാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് മയക്കാനുള്ള ഈ മരുന്ന് തന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലാ വല്ലാഹി ലാ വല്ലാഹ്, ലാ ഉദ്ഹിബു അഖ്ലൻ മനഹനീഹി അല്ലാഹ്, അല്ലാഹു നൽകിയ എന്റെ സവിശേഷമായ ബുദ്ധി നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ആരെയും അനുവദിക്കുന്നതല്ല. എനിക്ക് മയക്കുമരുന്ന് വേണ്ട, എനിക്ക് മദ്യം വേണ്ട. എന്റെ കാല് മുറിച്ചു മാറ്റുന്ന ആ ഒരു വേദനാജനകമായ അനുഭവം ഞാൻ അറിയാതിരിക്കാനാണ് നിങ്ങൾ എന്നെ മയക്കി കിടത്തുന്നതെങ്കിൽ എനിക്കത് വേണ്ട, ഞാൻ അനുഭവിച്ചോളാം ആ വേദന. എന്നാലും മയക്കുന്ന ഒരു സാധനം, ഹറാമായൊരു സംഗതി, നിർബന്ധ സാഹചര്യത്തിലാണെങ്കിൽ പോലും എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. ഞാൻ ഒതുവെടുത്ത് നിസ്കരിക്കാം, ഞാൻ ഒതുവെടുത്ത് നിസ്കരിക്കാം. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഞാൻ എന്റെ അള്ളാഹുവിന്റെ മുമ്പിലാണ്, എന്റെ മനസ്സല്ലാഹുവിലേക്കാണ് പോകുന്നത്. ആ നേരത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ, ഞാൻ അറിയില്ല. ഇത് കഥയല്ല മുഅ്മിനെ, ഇത് ഫിക്ഷൻ അല്ല, ഇത് റിയാലിറ്റിയാണ്. ഇത് ചരിത്രത്തിൽ സംഭവിച്ച മഹാത്ഭുതമാണ്. താബിഈയായ മഹാന് സംഭവിച്ചതാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊതുക് വന്നാൽ അറിയുന്ന നമ്മള്, മൊബൈൽ ഫോൺ റിംഗ് ചെയ്താൽ നിസ്കാരം ഫസാദാകുന്ന നമ്മള്, വാട്സപ്പിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിസ്കാരത്തിൽ വിറളി പോളുന്ന നമ്മൾ അറിയണേ, ഒരു മനുഷ്യന്റെ കാല് മുറിച്ചു മാറ്റുന്നു. മനസ്സമാധാനത്തിന്റെ ചിറകിലേറി അല്ലാഹുവിലേക്ക് ഇബാദത്തിന്റെ വാഹനത്തിൽ യാത്ര പോകുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ആത്മാവിഷ്കാരം, സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ ഒരു നിസ്കാരത്തിന്റെ അനുഭവം. ആ നിസ്കാരത്തിൽ മതിമറന്ന് സമാധാനത്തിന്റെ ശീതളഛായയിൽ മുങ്ങിപ്പോകുന്ന മഹാനായ ഉർവതങ്ങൾക്ക് കാല് മുറിക്കുന്ന വേദന അറിയില്ല പോൽ. നമ്മൾ വിചാരിക്കും കെട്ടുകഥ പറയായിരിക്കും. അല്ല മുഅ്മിനെ, അല്ല. ഇത് ചരിത്രത്തിന്റെ പച്ചയായ പകൽ വെളിച്ചത്തിൽ നടന്ന സംഭവം. ആ കാല് മുറിച്ചു മാറ്റിയിട്ട് ഒലിച്ചിറങ്ങുന്ന ചോര നിൽക്കാൻ വേണ്ടി ഒരൽപ്പം ചൂടാക്കിയ എണ്ണ മഹാനവരുടെ കാലിൽ അവരെ പെട്ടെന്ന് വെച്ചു കൊടുത്തപ്പോഴാണ് വേദന സഹിക്കാൻ കഴിയാതെ ബോധം കെട്ട് വീണത് നിസ്കാരത്തിൽ. ആ ബോധം തെളിയുന്നത് ഒരു ദിവസം കഴിഞ്ഞതിന്റെ ശേഷം തന്റെ കൂടെ യാത്ര വന്ന 4 മക്കളിൽ ഒരു മകന്, അന്നത്തെ ഖലീഫയുടെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ഒട്ടകം ഈ ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കെ കുഞ്ഞിന്റെ വയറ്റത്ത് ചവിട്ടിയിരുന്നു. ആ കുഞ്ഞെന്ന് മരണപ്പെട്ടിട്ടുണ്ട്. പിതാവിന്റെ കാല് മുറിക്കപ്പെട്ട ദിവസം. ജീവിതം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ജോലി നഷ്ടപ്പെടുന്നത്, ഭാര്യ ഇറങ്ങിപ്പോകുന്നത്, വീട് ജപ്തിയാകുന്നത്, കടക്കാര് വന്ന് ബുദ്ധിമുട്ടാക്കുന്നത്, എല്ലാം ഒരു ദിവസം. ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അനുഭവങ്ങള്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി, ചിലത് തുടരെ തുടരെ. ബോധം തെളിഞ്ഞ് 2ാമത്തെ ദിവസം ബോധം തെളിയുമ്പോൾ കൂടെയുള്ള ആളുകൾ ചൊല്ലുകയാണ്, അഹ്സനല്ലാഹു അസാഅക ഫീ റിജ്ലിക വഅഹ്സനല്ലാഹു അസാഅക ഫീ വലദിക. നിങ്ങൾക്ക് നഷ്ടമായ മോൻ, അതിൽ നിങ്ങൾ ക്ഷമിക്കണേ, അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. നിങ്ങളുടെ നഷ്ടമായ കാല്, മുറിച്ചു മാറ്റപ്പെട്ട കാല്, അതിൽ ക്ഷമിക്കണേ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോഴാണ് ആ മഹാൻ അറിയുന്നത്, എന്റെ മകൻ മരിച്ചുപോയോ. കഥ പറഞ്ഞു കൊടുത്തു, ഇന്നതാണ് സംഭവിച്ചത്. ആ മഹാനവറുകൾ പറഞ്ഞ വചനം നാം ഉദ്ധരിക്കുകയാണ്. സമാധാനം ഈ വഴിയേ എന്ന വിഷയം ചർച്ചയാവുമ്പോൾ ഇത് പറയാതിരിക്കാൻ കഴിയുമോ? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു റബ്ബേ, നിനക്കാണ് സ്തുതി. ഇൻ കുൻത അഖദത ഫഖദ് ആതൈത, നീ എടുത്തുകൊണ്ടുപോയെങ്കിൽ എന്താ, നീ ഒരുപാട് വേറെയും തന്നിട്ടുണ്ടല്ലോ. പറഞ്ഞ വാക്കുകളാണ്.
അല്ലാഹുമ്മ ലകൽ ഹംദു റബ്ബേ, നിനക്ക് സ്തുതി. നീ എന്റെ മക്കളിൽ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ശരീരത്തിലെ 4 അവയവങ്ങളിൽ ഒന്നിനെ നീ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയെങ്കിൽ എന്താ? ഫഖദ് ആതൈത, നീ വേറെയും തന്നിട്ടുണ്ടല്ലോ റബ്ബേ. വഇൻ കുൻത ബതലൈത ഫഖദ് ആഫൈത, എന്റെ കൈകാലുകളിൽ അസുഖം നീ തന്നിട്ടുണ്ടെങ്കിൽ എന്താ? അസുഖങ്ങളില്ലാത്ത ഒരുപാട് അവയവങ്ങൾ വേറെയും ഉണ്ടല്ലോ റബ്ബേ. നമ്മൾ ആലോചിക്കണം, ഒരു ചെറിയ കെട്ട് നമ്മുടെ കയ്യിൽ ഒരു വിരലിന് മുറിവാകുമ്പോഴേക്കും നിസ്കരിക്കാതിരിക്കുന്നവരെ, തലവേദന വരുമ്പോഴേക്കും നിസ്കാരം മാറ്റിവെക്കുന്നവരെ, ഒരു ചെറിയ മുറിവോ പൊട്ടോ കൈകാലുകളിൽ ഉണ്ടാകുമ്പോഴേക്കും പിന്നെ തയമ്മം പോലും ചെയ്യാൻ മടി കാണിക്കുന്നവരെ, നിസ്കരിക്കാൻ മടി കാണിക്കുന്നവരെ, ഇൻ കുൻത ബതലൈത ഫഖദ് ആഫൈത റബ്ബേ, നീ പരീക്ഷണം തന്നെങ്കിൽ എന്തേ? നീ പരീക്ഷിക്കാത്ത എത്രയോ അവയവങ്ങൾ വേറെയും ഉണ്ടല്ലോ പടച്ചവനെ. കാലിന് അസുഖം വരുമ്പോ ഓർമ്മയുണ്ടോ? നമ്മുടെ കണ്ണിന് അസുഖമില്ലെന്ന്, നമ്മുടെ കാതുകൾക്ക് കുഴപ്പമില്ലെന്ന്, നമ്മുടെ തലച്ചോറിന് കുഴപ്പമില്ലെന്ന്, നമ്മുടെ മൂക്കിന് കുഴപ്പമില്ലെന്ന്, നമ്മുടെ തൊണ്ടയ്ക്ക് നമ്മുടെ കണ്ഠനാളങ്ങൾക്ക് കുഴപ്പമില്ലെന്ന്, ആമാശയത്തിന് കുഴപ്പമില്ലെന്ന്, വിരലുകൾക്ക് കുഴപ്പമില്ലെന്ന്, നമ്മുടെ കണ്ണിന് കുഴപ്പമില്ലെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അല്ലാഹ് പരീക്ഷിക്കുമ്പോഴും പരീക്ഷിക്കപ്പെടാതെ പോകുന്ന എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ അപ്പോഴും വേറെയുണ്ട്. നമ്മളത് ഓർക്കാറുണ്ടോ? ഒരു വെള്ള വസ്ത്രത്തിൽ ഒരു കറ വീണാൽ ദേ അവിടെ കറയുണ്ടെന്ന് പറയുന്ന നേരത്തെ അതിന്റെ ചുറ്റും ഒരുപാട് വെളുപ്പുണ്ടെന്ന് നമ്മൾ പറയാറില്ല. ആ കറ മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സമാധാനത്തിന്റെ മഹാലോകത്ത് ജീവിക്കുന്ന ആബിദായ താബിഈയായ മഹാൻ, ഇൻ കുൻത ബതലൈത ഫഖദ് ആഫൈത, അല്ലാഹുവേ നീ പരീക്ഷിച്ചെങ്കിൽ എന്തേ? നീ ഒരുപാട് അവയവങ്ങൾക്ക് ഒരസുഖവും കൊടുക്കാതെ വേറെയും വെച്ചിട്ടുണ്ടല്ലോ. ബോധം തെളിഞ്ഞിട്ട് പറയുന്ന വാക്കാണിത്. അഅതൈതനീ അർബഅതൻ മിനൽ അബ്നാ വഅഖദത ഇബ്നൻ വാഹിദാ, 4 മക്കളെ തന്നതിൽ ഒരു മോനെയാണല്ലോ റബ്ബേ നീ കൊണ്ടുപോയത്. വഅതൈതനീ അർബഅത തുറാഫ്, 4 അവയവങ്ങൾ തന്നതിൽ 2 കൈയും 2 കാലും. വഅഖദത തർഫൻ വാഹിദ, ഒരവയവമല്ലേ റബ്ബേ നീ കൊണ്ടുപോയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ് ഫലക്കൽ ഹംദു ഹത്താ തർളാ, നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് മതിയാവുന്നവരെ. വലക്കൽ ഹംദു ഇദാ റദീത, തൃപ്തിയാകുന്നവരെ നിനക്കാണ് സ്തുതി. വലക്കൽ ഹംദു ബഅദ റിദാ, തൃപ്തിയായാലും നിനക്ക് തന്നെയാണ് സ്തുതി. ഇത് മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ കടന്നു വരേണ്ട ശുക്റിന്റെയും അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരത്തിന്റെയും അല്ലാഹുവിന്റെ നിഅമത്തുകളോട് കാണിക്കുന്ന പ്രതിബദ്ധതയുടെയും വാക്കുകൾ. 1000 വർഷത്തെ നമ്മുടെ ഇബാദത്തിന്റെ സബർയിൽ നമുക്ക് ഇങ്ങനൊരു വാക്ക് പറയാൻ കഴിയുമോ? ഇങ്ങനൊരു വാക്ക്? ഒരു പ്രയാസം വരുമ്പോ മനസ്സമാധാനം കിട്ടുപോയെന്നാണോ പറയുന്നത്? ഒരവയവം അല്ലാഹു കൊണ്ടുപോകുമ്പോഴേക്കും എല്ലാം തീർന്നെന്നാണോ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനമുണ്ട്, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനമുണ്ട്.